പ്രിയപ്പെട്ടവരെ നമസ്കാരം. വനിതാ സംവരണ ബില്ല് വന്നിട്ട് കുറേ വർഷങ്ങളായി. അത് പാസ്സായിട്ട് അത് പ്രാവർത്തികമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സർക്കാർ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് സത്യസന്ധത എത്രയുണ്ടോ ഇല്ല എന്നും രാഷ്ട്രീയമായ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. എനിക്കതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. ഞാൻ സാമൂഹികമായ വിഷയത്തെപ്പറ്റി ആണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നരേന്ദ്രമോദി സർക്കാർ അതിന് വേണ്ടിയിട്ട് ആ ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് അത് വോട്ടിനിട്ടപ്പോൾ അത് പരാജയപ്പെട്ട് പോവുകയാണ് ഉണ്ടായത്. അതായത് കൂടുതൽ ആളുകൾ അത് നടപ്പാക്കുന്നതിന് എതിരെയാണ് വോട്ട് ചെയ്തത്. അതിനകത്ത് കോൺഗ്രസ് കേന്ദ്രത്തിനെ സംബന്ധിച്ച് കോൺഗ്രസും BJPയും ഉള്ളല്ലോ അവിടെ. ഇടതുപക്ഷ പാർട്ടികൾക്ക് അത്ര സ്വാധീനമില്ല. അപ്പം അതിനെതിരെ കോൺഗ്രസ് സ്ത്രീകൾക്കെതിരാണെന്നുള്ള രീതിയിൽ BJPയും ഈ ബില്ല് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനാണെന്ന് കോൺഗ്രസും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംഭവത്തിന് ശേഷം കുറേ സ്ത്രീകൾ വലിയ പ്രക്ഷോഭവുമായിട്ട് നിരത്തിലിറങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ. ഈ സ്ത്രീകളെടുക്കൽ ഒരു ക്യാമറമാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത്? 2-3 സ്ത്രീകളോട് ചോദിക്കുന്നതിൻ്റെ ദൃശ്യം ഞാനിവിടെ കാണിച്ചു തരാം. दीदी, आपको पता है कि ये जो फीमेल बिल है, वुमेन रिजर्वेशन बिल है, वो क्या है? हाँ जी, ये जो वुमेन रिजर्वेशन बिल है वो आपको पता है वो क्या है? जो हमारे जो हमने अपने वो दिए थे, पानी के बिल या बिजली के बिल जो भी है, माफ करने के लिए बोला गया था. ये बिल वुमेन रिजर्वेशन बिल है, वो जो कल उसके विरोध लेके कांग्रेस वोट किया, उसको आपको पता है वो वुमेन रिजर्वेशन बिल क्या है और क्यों कांग्रेस पार्टी विरोध किया उसको? नहीं, इस बार सॉरी. आपको पता है ये वो जो वुमेन रिजर्वेशन बिल है वो क्या है? आप किसके खिलाफ अभी प्रोटेस्ट कर रहे हैं? क्या नाम है उसका, ससुरे का, राहुल के. क्यों कर रहे हैं ऐसे प्रोटेस्ट? ऐसा कर रहा है क्योंकि माता विदेशी है, अपना देश विदेश बेच के यहाँ आके जम गओ और फिर उसके बस की है का चोर है वो. ये बीजेपी बता रहे वो जो वुमेन रिजर्वेशन बिल है, वनिता बिल, वो जो नारी शक्ति बिल, उसके खिलाफ वोट किया, इसीलिए आज प्रोटेस्ट कर रहे हैं. आपको पता है वो जो ये नारी शक्ति बिल क्या है? नारी शक्ति बिल ये है कि देखो बिल आते हैं, दुनिया भर की पेंशनें आती, गरीब लोगों को बंद हो गई पेंशन, सब एक साल से बंद पड़ी है पेंशन. കൃത്യമായിട്ടുള്ള വിവരം ഇവർക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരതിന് പറയുന്ന മറുപടി ഗ്യാസിൻ്റെ കാര്യവും വിലക്കുറവിൻ്റെ കാര്യവും ദരിദ്രരെ നോക്കുന്നില്ലെന്നുള്ള കാര്യം, ഇങ്ങനെയൊക്കെ സ്ത്രീകൾക്കെതിരാണ് കോൺഗ്രസ് എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബില്ല് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്, എന്താണ് ബില്ല്, ഇതിനെപ്പറ്റിയൊന്നും ആ സ്ത്രീകൾക്കൊന്നും യാതൊരു അറിവുമില്ല. അവർ അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റിയൊന്നും അവർക്ക് കേട്ടിട്ടും കണ്ടിട്ടും ഒന്നുമില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജനാധിപത്യം എത്രയോ ശുഷ്കമാണ്, എത്ര ബോധ്യമില്ലാത്ത ആൾക്കാരെ കൊണ്ടാണ് ജനാധിപത്യം മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പോൾ എന്താണ് നമ്മുടെ ആവശ്യം? അതായത് അവബോധമുള്ള ഒരു ജനതയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ആവശ്യം. കുറച്ചെങ്കിലും, പൂർണ്ണമായിട്ടും അതൊക്കെ നമ്മുടെ ഇതുപോലെയുള്ള രാജ്യത്തൊക്കെ വളരെ അസംഭവ്യമായ കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും കുറച്ചെങ്കിലും രാഷ്ട്രീയ അവബോധമോ സാമൂഹിക അവബോധമോ എന്തെങ്കിലുമൊക്കെ അവബോധമുള്ള ജനങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ആവശ്യം. അതെങ്ങനെ സാധിക്കും? അതിന് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ അനിവാര്യതയുണ്ട്. നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടതെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം.